ചേട്ടാ ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം വരുന്നു. അപ്പൊ ഈ തേച്ച് മിനുക്കി ഉണ്ടാക്കിയെടുത്തൊരു കാർത്തിക് ഉണ്ടല്ലോ, ഈ നമുക്ക് എവിടെയും മുമ്പത്തെ ഒരു ആസിഫ് അലിനെ കാണാനില്ല. നോട്ടത്തിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ പുതിയൊരു ആസിഫ് അലി. അത് കഴിഞ്ഞ് ഈ ട്രോളുകളൊക്കെ വരാൻ തുടങ്ങി. മറ്റേ ലിയോടെ മീൻ വെച്ചിട്ട് ബാഡാസ് മിസ്റ്റർ ലിയോദാസ് ബാഡാസ് എന്ന് പറഞ്ഞപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടോ? എങ്ങനെയാ ഈ പുതിയൊരു ആസിഫ് അലിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ? അതായത് ആസിഫിന്റെ ബൈസൈക്കിൾ ക്രീംസിൽ ആസിഫിനെ സമീപിക്കുമ്പോൾ ആസിഫ് അല്ല ഇപ്പോൾ ഈ ഗ്രാജുവലി ഉള്ള പ്രോഗ്രസ് ആസിഫിന്റെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആസിഫിന് എപ്പോഴും നമുക്കറിയാം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഒത്തിരി നാൾ നമുക്ക് കണ്ണടച്ച് ആസിഫ് അലി എന്ന് ആലോചിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ആ സീനാണ് ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ബിജുചേട്ടന്റെ ഒപ്പം ഇടിച്ചിടിച്ച് ഒപ്പത്തിനൊപ്പം ആരാണ് മുകളിൽ ആരാണ് താഴെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്ര മെച്ചുവേർഡ് ആയിട്ടാണ് ആസിഫ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ മധുബാലായിട്ടാണ് വിളിച്ചിരുന്നു, ഡയറക്ടർ മധുബാല. അപ്പോൾ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ്, ആസിഫിന് വന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ മധുബാലേട്ടനോട് പറഞ്ഞു, ചേട്ടാ ആ മാറ്റം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഒഴിമുറി എന്നൊക്കെ പറയുന്നത് അല്ലേ അസി, ആ സിനിമയിലാണ് ആ ഒരു ബോയ് എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറിയിട്ടൊരു മെച്ചുവേർഡ് കൈൻഡ് ഓഫ് മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്താണോ ഞാൻ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി എഴുതിയത് അല്ലെങ്കിൽ ആലോചിച്ചത്, അത് 150% ഭംഗിയായിട്ടാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഇനിയും മിനുക്കൻ പരിപാടികളുണ്ടോ? ഏത് ഈ സിനിമ? തീർച്ചയായിട്ടും ഇനിയിപ്പോ അങ്ങനെയല്ലേ, ഏറ്റവും പുതിയത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയത് എന്താ പറയാ യുണീക്ക് അല്ലാത്ത ഒന്നും ഇനിയുള്ള ഓഡിയൻ അംഗീകരിക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വെറുതെ ഒരു സിനിമ ചെയ്യുന്നതിന് ഇനി സ്കോപ്പില്ല. ഇനി യുണീക്ക് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തേച്ചുമിനിക്ക് ഫൈനൽ മറ്റേ ഡ്രാഫ്റ്റും കൊണ്ട് ഇനി ഫൈനൽ ഡ്രാഫ്റ്റുമായിട്ട് ഷൂട്ടിന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ സെറ്റിൽ പോയിട്ടുള്ള പരിപാടികൾ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. കാർത്തികിന്റെ ഒരു ചിരി എങ്കിലും അപ്പുറത്തെ ക്യാരക്ടർ വിജയനാണ് ക്യാരക്ടറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം നെറേറ്റീവ് മാറുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിലിംഗ് ഉണ്ട്. നിങ്ങൾ കുത്തിയിരുന്നതിന്റെ ലൂപ്പ് ഹോൾ അടച്ച് നമുക്ക് മനസ്സിലാവും കുറെ ഏരിയയില്. ഇപ്പൊ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ലാസ്റ്റ് നിങ്ങളൊരു ഡയലോഗ് പറഞ്ഞ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ എത്ര ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്? ഇതില് കുറെ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഈ സിനിമ തുടങ്ങി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി. അതുവരെ ഞാൻ ആസിഫിനോട് വിജയനോട് പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫോർട്ട് കുറച്ച് വലുതാണ്. ഈ പറഞ്ഞ പോലെ രാത്രികളിലും ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ട അതിന്റെ റൈറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ തിരക്കഥ ശരത്തും ആനന്ദുമാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള 2 റൈറ്റേഴ്സാണ്. ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിൽ ഈ സംഭാഷണം എഴുതുന്ന ജോലിയാണ് എന്റെ. പക്ഷെ ഈ സിനിമ തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു. എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളും 6 പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന ഒരു എഴുത്തുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പുതിയ ജിസ്റ്റോ ആണെങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ പഴയ ജിസ്റ്റോ ഉണ്ട് ഡയലോഗ്സിലൊക്കെ. എന്റെ പ്രശ്നം എന്റെ ഉത്തരങ്ങളാണ് സാർ എന്നൊക്കെ പറയുന്ന ചില സിനിമാറ്റിക് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആ ജിസ്റ്റോനെ ഓർത്തിട്ടൊക്കെ എഴുതിയതാ അല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ, ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാജുവലി ഒരു ഗ്രാഫ് ഉണ്ടാവണം. അപ്പൊ അതിൽ പറഞ്ഞത് എന്താ, ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ മേടിച്ച ആളാണ്. 1.5 വർഷം കൊണ്ട് പറയുമ്പോ അമ്മാവനാണ് മന്ത്രി, പക്ഷെ അമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ 1.5 വർഷം കൊണ്ട് 5 ഡ്രാഫ്റ്റ് കിട്ടുന്നത്. അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യത്തിൽ നിന്ന് പോയി ചോദ്യം പറ്റുന്നു. പഴയ അങ്ങനെ ഓർത്തെഴുതിയതല്ല. ഇതിപ്പോ ജാഫർ ഇടിച്ചോന്റെ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം, അത്രയും ടെൻഷനിൽ നിൽക്കുമ്പോ ചിരി ഉണ്ടാക്കാം. അത് എങ്ങനെ വന്ന ഐഡിയ? അത് എനിക്ക് എഴുതി വന്നപ്പോഴേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോ എവിടെയോ ഒരു റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂവിലുള്ള എല്ലാവരും അതിനെതിരായിരുന്നു. ശരിയല്ല,
എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കരുത്, അവിടെ ക്യാരക്ടർ വരരുത് എന്നുള്ളതായിരുന്നു. അത് ശരിക്കും എന്റെ പിടിവാശിയായിരുന്നു, അത് വേണം വേണം. ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്ക് ഇതിന്റെ അല്ല അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കാണുമ്പോ ഈ എന്താ വെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി എത്രയേ ഉള്ളൂ. സിനിമ ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിയൻ എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോൾ അത് വന്നാൽ അലമ്പാകുമോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും. പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരു സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത്. ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഉണ്ട്, കുറച്ചാലും മുമ്പ് ഇറങ്ങിയതാണ്. ഇപ്പൊ ബ്ലോക്ക് ബസ്റ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആസിഫ് അലി, അപ്പൊ അവനെ വിളിക്ക് എന്ന് പറയുമ്പോ ജിസ്ജ വരുന്നു. അങ്ങനെ അത് ഇവനിപ്പോ നമ്മള് ഒരു വിജയം കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ടോ ആസിഫ് എന്നുള്ള ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുന്നു? ഉറപ്പായിട്ടുണ്ട്. അത് ആസിഫ് എന്നുള്ളത് മാത്രമല്ലേ, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പൊ ബീച്ചേട്ടനായിക്കോട്ടെ, നമ്മൾ നരേറ്റ് ചെയ്യുന്ന ഒരു കഥ കേട്ട് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് അതിനെ നന്നാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും. പക്ഷെ എനിക്ക് ആസിഫിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന കഥ അന്നത്തെ ഒരു 4-5 യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്കത് വർക്കാവില്ല, ചിലവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാം, അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആസിഫിന്റെ അടുത്തേക്ക് പോയി. ആസിഫിന് ഞാൻ എഴുതിയത് അങ്ങനെ മനസ്സിലായി എന്നുള്ളത്. 2 മണിക്കൂർ എടുത്ത് നരേറ്റ് ചെയ്തപ്പോ കൃത്യമായിട്ട് ആസിഫിന് അത് മനസ്സിലായി. അപ്പൊ അന്ന് മുതലുള്ള ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതിനൊന്നും അറിയാമെങ്കിലും അപ്പൊ അന്ന് മുതലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ആസിഫ് തരുന്ന ഒരു ഡേറ്റ്, അവിടെ നമ്മൾ സുഹൃത്തല്ല, പ്രൊഫഷണലിയാണ് ഞാൻ അതിനെ കാണുന്നത്. അത് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ആ കിട്ടുന്നതിന് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് എന്നെ സഹായിക്കണം, എനിക്കും ഗുണം ചെയ്യണം. അപ്പൊ അതിനേക്കാളേറെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വളരെ ബോധകരാണ് അതിനെ കുറിച്ച്. ഞങ്ങൾ 2 പേരാണ് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്, അല്ലേ ജാഫർ? ബൈസിക്കിൾ തീവ്സ്, ചക്ക ഷേക്ക്. അതാണ് ഇപ്പൊ ഇന്നലെ ഡയറക്ടർ രഞ്ജിത്ത് സാറ് വിളിച്ചിട്ട് വളരെ നല്ല റിവ്യൂസ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു. അപ്പൊ എനിക്ക് സന്തോഷമുള്ളത്, ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ബാബു എന്നല്ലേ ക്യാരക്ടറിന്റെ പേര്? അതെ, ഫിറോസ് ബാബു, കറക്റ്റ്. ബാബു എന്നാണ് പറയുന്നത്. നമുക്ക് വന്ന് പറയുന്നത് നിന്റെ ജാതിയോ മതം ഒന്നും എനിക്കറിയില്ല. അതെ, എക്സാക്ട്ലി. ആ ഭയങ്കര മനോഹരമായ ഒരു സീനാണ്. നിങ്ങൾ കയ്യൊപ്പ് എന്നൊരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം. അതിൽ മമ്മൂക്ക വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു സിംഗിൾ ഷോട്ട് സീനുണ്ട്, ഗംഭീര സീനാണ്. അതിൽ സംസാരിക്കുന്ന മുഴുവൻ ജാഫറിക്കയെ കുറിച്ചാണ്. ഞാൻ ജാഫറിക്ക് അന്നാണ് നോട്ട് ചെയ്തത്. ജാഫറിക്ക എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരേണ്ട ഒരു ആർട്ടിസ്റ്റ്. അതിനൊപ്പം മിമിക്രിയിൽ എനിക്കറിയാമോ ജാഫറിക്കനെ. അന്ന് നോട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ആളുണ്ടാകും എന്നുള്ളത്. അങ്ങനെയാണ് ബൈസിക്കിൾ ദിവസിലേക്ക് വിളിക്കുന്നത്. ഇപ്പോ ഈ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു കാര്യമുണ്ടല്ലോ, കാരണം ഈ സിനിമയിലുടനീളം ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോകാനും ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ദീപക് ദേവ് ഫാക്ടർ തന്നെ. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ടും ഈ സോഷ്യൽ മീഡിയയില് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഴകുന്തോറും വീടിന്റെ വീര്യം കൂടുന്ന പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. ശരിക്കും എങ്ങനെ ആ ഒരു ഇവന്റ് നടക്കണം മ്യൂസിക് ഡയറക്ടർ? അതെ, ദീപക് അറിയാലോ. ഓഫ് കോഴ്സ് എന്റെ ആദ്യത്തെ 2 സിനിമയും ബൈസിക്കിൾ ദിവസം സൺഡേ ഹോളിഡേയും ദീപക് ദേവ് തന്നെയായിരുന്നു. ഇപ്പൊ അദ്ദേഹം എംപുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രോജക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ മറ്റു സിനിമകളൊന്നും പുള്ളി കമ്മിറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ 1 വർഷമായിട്ട് ഒറ്റ സിനിമയും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് ദീപക് ഈ സിനിമ ഒന്ന് കാണൂ എന്നിട്ട് ദീപകിന്റെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡബ് ചെയ്യാത്ത വേർഷൻ 2.25 മണിക്കൂറുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ദീപകിനെ കാണിക്കുന്നത്. ദീപക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട്, ബ്രേക്ക് ചെയ്യേണ്ട, സെക്കൻഡ് ഹാഫ് കൂടെ കാണാം എന്ന് പറഞ്ഞു. ദീപക് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ദീപകിന്റെ പ്രത്യേകത, ദീപക് ഒരു പക്ഷെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനേക്കാൾ അല്പം കൂടെ സമയം കൂടുതലെടുക്കും. അത് പുള്ളിയുടെ ഈ ഭയങ്കര പ്രിസൈസ്ഡ് പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പുള്ളി തന്നെ ഇരുന്ന് ചെയ്യുന്നതാണ് എല്ലാം. പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യിക്കുന്നത് വളരെ കുറവേ ഉള്ളൂ. പുള്ളി തന്നെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടിങ് സെൻസ് ഉള്ള ആളാണ്. അപ്പോൾ ദീപകിന്റെ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ദീപക് ദേവിന്റെ ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉള്ള ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കരളിന്റെ കരളെ എന്നുള്ള പാട്ട് ഉദയനാണ് താരത്തിൽ അതേ സിനിമയിലാണ് പറയാതെ അറിയാതെ എന്നുള്ള മനോഹരമായ ക്ലാസിക്.
സ്വയംവര ചന്ദ്രിക, അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ. അപ്പോ അങ്ങനെ ഒരു ഭയങ്കര വേഴ്സറ്റാലിറ്റി ഉണ്ട് ദീപകിന്. പിന്നെ അദ്ദേഹം ശരിക്കും ഇപ്പൊ എഡിറ്റ് മാത്രമല്ല, മ്യൂസിക്കിനും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സാധാരണ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് 18 ദിവസം മുതൽ 20 ദിവസം വരെയാണ്. പണ്ടൊക്കെ സിനിമയിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അന്നൊക്കെ ശരിക്കും 3 ദിവസം അല്ലേ, 3 ദിവസത്തേക്ക് ഒരു സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്ത് 3 ദിവസം കൊണ്ട് റീ റെക്കോർഡിങ് കഴിയും. ഇന്നത് മാറി 20 22 ദിവസമായി. പക്ഷേ ഈ സിനിമയ്ക്ക് ഏതാണ്ട് 4.5 മാസം ദീപക് എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അത്രയും ഞാൻ പറയും, ഇവർ ഈ 2 പ്രൊഡ്യൂസേഴ്സും എനിക്ക് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ. പക്ഷെ ആ നീണ്ടു പോയതിനൊക്കെ ദീപക് വർക്ക് കൊണ്ട് അതിന് ഉത്തരം നൽകി. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആ വർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ട്രാക്ക് മാറ്റിയ ജിസ്റ്റോയ് എന്നാണ് ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലും പറയുന്നത്. അപ്പോ ഈ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ പുതിയ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓരോ ആക്ടേഴ്സിലേക്ക് എത്തിയത്? ആക്ടേഴ്സിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ വേണം എന്ന്, എല്ലാ സിനിമ അങ്ങനെ വേണം നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഇതിൽ അങ്ങനെ വേണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഈ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇതിന്റെ ക്യാമറാമാൻ ശരൺ വേലായുധന് ഞാനും കൂടെ ഒരു 2 ദിവസത്തെ ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എന്റെ വീട്ടില്, എന്റെ ഫ്ലാറ്റില്. അപ്പോൾ ആ സെറ്റിങ്ങിലാണ് ഞങ്ങൾ ഇതിന്റെ കളർ, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കണം, ഏതെല്ലാം കളേഴ്സ് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഡിസിഷൻ എത്തുന്നത്. നിങ്ങൾക്ക് അറിയാമോ, പറയുമ്പോൾ മാസ്റ്റർ അനാമോർഫിക് എന്ന് പറയുന്ന ലെൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രീനിലും ഇത് സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്യാതെ പ്ലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അതിന്റെ ഒരു ആ അനമോർഫിക് ലെൻസ് തരുന്ന ഒരു ബ്യൂട്ടി ഉണ്ട് സിനിമാറ്റോഗ്രാഫിയില്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റിനും ഇങ്ങനെ പെരുമാറണം, സട്ടിലായിട്ട് നിർത്തേണ്ടടുത്ത് സട്ടിലായിട്ട് നിൽക്കണം. അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാർ വാല്യൂ വെച്ചിട്ട് ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് സീനിലൊക്കെ, ചില സീനിലൊക്കെ ആസിഫ് വളരെ സട്ടിലായിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. അവിടെ നമ്മൾ ഹീറോ ആണ്, ഇയാള് പെർഫോം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അത് വേറെ കൈൻഡ് ഓഫ് സിനിമയായി പോകും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ 2 എന്നൊക്കെ പറയുന്ന ഒരു വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതില്. അതായത് ഈ സിനിമ അവസാനിക്കുമ്പോ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം. ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ 2 എന്ന് പറയുന്ന അത് എഴുതി കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ മാത്രമല്ല കേട്ടോ, എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അത് നമ്മൾ എഴുതി കാണിക്കണം. അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഐ മീൻ അങ്ങനെ ഒരു സീക്വൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് തോന്നിയെടുത്തല്ലേ അത് വലിയ കാര്യം അല്ലേ. അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതെ തന്നെ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇനി ഈ സാറുമാര് ഡേറ്റ് തരണമല്ലോ. ഞാൻ തന്നു കഴിഞ്ഞു. അല്ല സിനിമ കനുവിന്റെ കാര്യത്തിൽ ഇവിടെ സാധാരണ ഇതില് അന്വേഷണാത്മക സിനിമകൾ വരുമ്പോൾ നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മൾ പ്രേക്ഷകരും അന്വേഷണം തുടങ്ങും. അപ്പൊ ആ അന്വേഷണമൊക്കെ നമ്മള് ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് ഈ പല സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണോ അങ്ങനെ ചെയ്തത്? അതൊരു കഥ സാധാരണ ഇതിൽ ഒരു സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് ഡയറക്ടേഴ്സ് പൊതുവെ സമ്മതിക്കാം, മെയിൻ ആക്ടേഴ്സും ചിലപ്പോൾ സമ്മതിക്കാതിരിക്കും. അതേ പറഞ്ഞു ഇവര് ഈ ബിജുവേട്ടനും ആസിഫും എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ ഇവരെ 2 പേരെയും വിളിച്ചിരുത്തിയിട്ട് ചേട്ടാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെ കുറിച്ച്. അപ്പൊ ഇവര് 2 പേരും തന്നൊരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതാണ് ആ ട്രസ്റ്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് അത്രയും ഒരു ട്രസ്റ്റാണ് അവർ നമുക്ക് തന്നത്. പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ളവർക്ക് സട്ടിലാക്കി നിർത്താൻ, ചില സമയത്ത് മാത്രം ലൗഡാക്കുക, ആ ഒരു പിടി പോകരുത്. കാരണം ഈ കുറ്റാന്വേഷണ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയ ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോരുന്നില്ല. ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈവൻ ഇപ്പൊ ജാഫർക്കയുടെ ആ 2 സീൻ വരുമ്പോൾ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല, അതിനൊരു ആൻസർ ഉണ്ടാകണം.